சரியான படம் பண்ணா மட்டும் அதை ஜெயிக்க வைங்க. தப்பான படம் நான் பண்ணாலும் தப்பான படம் இருந்தா ஜெயிக்க வைக்காதீங்க, ஓட வைக்காதீங்க. அப்பதான் நான் இன்னும் நல்ல படம் கொடுக்க முடியும், இன்னும் பெட்டரான கதையை தேடி ஓட முடியும், இன்னும் நல்ல படம் இன்னும் உயர முடியும், சரியான படம் கொடுக்க முடியும். தயவு செஞ்சு நல்ல படம் பண்ணா மட்டும் அதை ஜெயிக்க வைங்க, பரவாயில்ல. നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന നടിപ്പിൻ നായകൻ സൂര്യയുടെ പുതിയ ചിത്രമായിട്ടുള്ള കങ്കുവയെ പറ്റിയിട്ട് എൻ്റെ ഒരു വിമർശനവും എന്താണ് ഈ സിനിമ എന്നുള്ള ചെറിയൊരു ബ്രീഫിംഗ്, എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റിവിറ്റി ഈ പടത്തിന് എന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്ക് വെച്ചു. ആദ്യമേ എനിക്ക് പറയാനുള്ളത് ശിവ സാറിൻ്റെ അടുത്ത്, സാർ നിങ്ങൾക്ക് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമം, അതിലൊരു തലവൻ മുണ്ട് മടക്കി ഒരു വെള്ള ഉടുപ്പിട്ട് മാസ് കയറി വരുന്നു. ഒരു കൊമേഴ്ഷ്യൽ പടം എങ്ങനെ ചെയ്യണമെന്ന് നല്ല രീതിയിൽ അറിയാം, അണ്ണാത്തെ വലിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പടം, നിങ്ങളെ പേര് തന്നെ സിറുത്തൈ ശിവ എന്നാണ്. അതായത് സിറുത്തൈ എന്താ പടം, നല്ല മേക്കിങ്ങോടെ ഒരു മാസ് എലമെൻറ്റും ഇമോഷനിലും പാസവും എല്ലാം കൂടി ചേർത്ത് നല്ലൊരു സാധനം കാർത്തിയെ വെച്ച് നിങ്ങൾ പണിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്, നിങ്ങൾക്കൊരു നല്ലൊരു മോഹമുണ്ട്, ഈ കൊമേഴ്ഷ്യലിൽ നിന്ന് ഒരു ഫാൻറ്റസി, ഒരു ബിഗ് ബഡ്ജറ്റ് പടം വേണമെന്നുള്ള എല്ലാവരും ആഗ്രഹം തന്നെയാണ്. പക്ഷേ ഇത് ചെയ്തപ്പോൾ നിങ്ങൾ സ്ക്രിപ്റ്റ് വർക്കിന് വന്ന പാളിച്ചയാണ് സിനിമയ്ക്ക് ഏറ്റവും വലിയ നെഗറ്റീവായി വന്നിട്ടുള്ളത്. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ തുടക്കം, ഇതിൽ സ്പോയിലേഴ്സ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുതരും. തുടക്കത്തിലെ 20 മിനിറ്റ് നമ്മൾ സൂര്യാനനെ പിടിച്ചങ്ങാറ്റി കളിയാക്കുന്ന രീതിയാക്കി കളഞ്ഞു. അതായത് മഗധീര എന്നുള്ള സിനിമ രാജമൗലിയിൽ നിന്ന് റിജക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം അയ്യൻ, വാരണമായിരം, ആദവൻ എന്ന പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ പടങ്ങളെടുത്തു. പക്ഷേ സൂര്യാന നിങ്ങൾക്ക് എന്ത് പറ്റി? 2.5 വർഷത്തെ നിങ്ങളെ കാത്തിരിപ്പ്, ഹാർഡ് വർക്ക് ഈ ഒരു പടത്തിന് വേണ്ടി കൊടുത്തു പോയല്ലോ എന്നുള്ള സങ്കടം എനിക്കുണ്ട്. പക്ഷേ പടത്തെ പറ്റി പറയാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, അല്ലാതെ മൊത്തം ഈ പടം അപരാധമൊന്നും ഞാൻ പറയത്തില്ല. കാരണം കണ്ടിരിക്കാൻ പറ്റിയ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു പടം തന്നെയാണ് കങ്കുവ. തിയേറ്ററിൽ തന്നെ പോയാലേ ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഒരു എന്താ പറയുക, ആ സൗണ്ട് ആ എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ ആ സൗണ്ടിൻ്റെ കാര്യവും ഞാൻ പറയുന്നുണ്ട്. നില്ലളിയ നിൽ. കങ്കുവയെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് 20 മിനിറ്റ് എൻ്റെ നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യ ഇങ്ങനെ കാണാൻ തന്നെ ഭയങ്കര വിഷമമുണ്ടോ, ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ എന്ന് തന്നെ എനിക്കൊരു ഭയങ്കര വിഷമം. പിന്നെ ദിശ പട്ടാണി എന്തിനാണ് എന്നെ കൊണ്ടിട്ടേക്കുന്നത്? ഒരു യോളോ സോങ് കാണിക്കാനാണ് അണ്ണാ, അതിനൊന്നും കാര്യമില്ല. ഇതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ നിങ്ങളൊരു മഞ്ഞ സാരി കൊടുത്ത് ഫ്രഷായി കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ചതെങ്കിൽ ഇപ്പം പടം ബ്ലോക്ക് ബസ്റ്റർ ആയാണ്. അല്ലെങ്കിൽ ഒരു 5-6 കോടി രൂപയും കൂടി കിട്ടുമ്പോൾ പടം ബ്ലോക്ക് ബസ്റ്ററാണ്. ഇപ്പം അതാണ് കളക്ഷൻ ഉണ്ടോ പടം ബ്ലോക്ക് ബസ്റ്റർ. നിങ്ങൾ ചെയ്ത് വർക്ക് വച്ചിരിക്കുന്ന ആർട്ടിന് 5 പൈസയുടെ വില കൽപ്പിക്കാത്തൊരു സമൂഹമാണ് ഇപ്പം ഉള്ളത്. സിനിമയിലെ ഫസ്റ്റ് 20 മിനിറ്റ് മഹാമോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്കും ടാലൻറ്റഡ്, അതായത് ജനക്കൂട്ടം തന്നെ ഒരു വ്യക്തിക്ക് ഒരു പേരിട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യക്തി, നടിപ്പിൻ നായകൻ എന്ന് പറഞ്ഞ് പേരിട്ട് വെച്ചിരിക്കുന്ന സൂര്യ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ 20 മിനിറ്റ് അങ്ങനെ ഒരു എന്താ പറയുക ഫ്രാൻസിസ് കഥാപാത്രത്തിലൂടെ കൊണ്ടുവന്നപ്പോൾ അലമ്പായിട്ട് തോന്നി. സത്യം പറഞ്ഞാൽ അലമ്പായിരുന്നു. പിന്നെ ഒരു പാൻ ഇന്ത്യൻ പടത്തിന് പറ്റിയിട്ടുള്ളതല്ല ഈ ക്രിഞ്ച് സാധനങ്ങൾ, ഇങ്ങനെ ഈ ദി ബോയ്സ് പിന്നെ മോയെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20 മിനിറ്റ്സിൽ ദിശ പട്ടാണിയും വേണ്ടായിരുന്നു. കാരണം ഒരാവശ്യമില്ലാതെ ചുമ്മാ വന്ന് യോളോ സോങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. പടം ഒരു നല്ല സ്റ്റോറി ത്രെഡായിരുന്നു. പക്ഷെ ആ ത്രെഡ് നിങ്ങൾ എടുത്തിട്ടപ്പം അതിന് വേണ്ടുന്ന ഒരു സ്ക്രിപ്റ്റ് വർക്ക്, എൻ്റെ പൊന്ന് ശിവാണ്, എടുത്താൽ പൊങ്ങുന്നത്, ഞാൻ ഒന്നുകൂടി പറയാണ്, എടുത്താൽ പൊങ്ങുന്നത് പൊക്കാൻ നിൽക്കുമ്പം തലയ്ക്കകത്ത് മൂളയുള്ള ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ഡയറക്ടറിനെ വെച്ച് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കണം. പിന്നെ ഇതിൻ്റെ ഡയലോഗ്സ്, മദൻ കാർക്കിയെ പറ്റി പറയാനാണെങ്കിൽ അദ്ദേഹം അതിഗംഭീരമായിട്ട് ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പാസ്റ്റിൽ ചിലതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. മറ്റേത് എന്തോ തേങ്ങ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിരുന്ന് ആലോചിച്ചു. അപ്പം അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞേക്കുന്നത് 20 മിനിറ്റ് ദിശ പട്ടാണി, പിന്നെ ഈ ഡയലോഗിൽ നമുക്ക് മനസ്സിലാവാത്ത കാര്യം. ഇത് എല്ലാം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് വർക്കിന് പറ്റിപ്പോയി പാളിച്ച 20 മിനിറ്റ് ഫ്രാൻസിസ് കഥാപാത്രത്തിൻ്റെ അരിഞ്ഞാട്ടം, പിന്നെ ഈ മദൻ കാർക്കിയുടെ അതായത് കേട്ടാൽ പോലും മനസ്സിലാവാത്ത ഡയലോഗ്, ഇത് 3 മാറ്റി നിർത്തി കഴിഞ്ഞാൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101% തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വരുന്ന സാധനം തന്നെയാണ്. പിന്നെ ഈ ലാബൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിവേകം ടച്ച് വന്നിട്ടുണ്ടെങ്കിലും അത് ഓക്കെ, സംഭവം നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന നിങ്ങൾ ഡയറക്ടർ വർക്ക് ഡയറക്ടർ എന്നുള്ള പേര് പട്ടത്തിന് ഈ പടം 100% ഒരു കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. അപരാധമൊന്നും ഞാൻ പറയത്തില്ല. കാരണം
ഈ അപരാധം എന്ന് പറയുന്നവന്മാർ ചുമ്മയാണ്. ഈ ഒരു പടത്തിൽ ഇവന്മാർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 10 അടി, ഒരു 5 മാസ്, പിന്നെ ഒരു സാരി കൊടുത്ത് ബെല്ലി ഡാൻസ് കളിക്കുന്ന കുറേ പെമ്പിള്ളേരെ പാട്ടും കൂടി ഉണ്ടെങ്കിൽ എല്ലാ എണ്ണവും വന്നിട്ട് കൈയിടിക്കും. ഞാൻ തന്നെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അടുത്തിരിക്കുന്നവൻ ഈ സൂര്യ എന്ന വ്യക്തിയുടെ ഹാർഡ് വർക്കിനെ പോലും കാണാതെ ഈ പാസ്റ്റിലൊക്കെ നല്ല അദ്ദേഹത്തിൻ്റെ ഫുൾ ഫോഴ്സിനാണ് അയാൾ അഭിനയിക്കുന്നത്, അദ്ദേഹത്തിന് ഫുൾ പൊട്ടൻഷ്യൽ എടുത്താണ് അയാൾ അഭിനയിക്കുന്നത്. അത് കാണുമ്പോൾ ഉമ്മ കയ്യടി പോലും ഇല്ല. പക്ഷേ മറ്റേ യോളോ സോങ്, ഒരു ആവശ്യമില്ലാത്ത ഒരു യോളോ സോങ്ങിന് ഉമ്മ കയ്യടി ഒരു കാര്യമില്ല. കാരണം ഇങ്ങനെയാണ് വേണ്ടുന്നത്. ഒരു 10-15 അടിയും ഒരു 10-15 മാസത്തിനും ഒരു 2-3 ബെല്ലി ഡാൻസ്, പെണ്ണുങ്ങളെ വെച്ച് വയറ് കാണിച്ച് ഒരു ഡാൻസ് മുട്ടതിന് ഉമ്മ കയ്യടിയായി ആ പടം ബ്ലോക്ക് ബസ്റ്ററായി. അല്ല, നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്ന ആർട്ടിന് ഒരു 5 പൈസ വില കൽപ്പിക്കില്ലെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തോ ഒരു ലക്ക് ഫാക്ടർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ശിവാണ്ണ, സൂര്യണ്ണ, നിങ്ങൾ രണ്ടുപേർക്കും. കാരണം ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നിങ്ങൾ ഉൾക്കൊണ്ടിട്ടും സെക്കൻഡ് ഡേ തൊട്ട് നല്ല ഒരു മിക്സഡ് റിവ്യൂസ് ആയിട്ട് പടം വരുന്നുണ്ട്. ദൈവം സഹായിച്ച് നല്ല രീതിയിൽ പടം പോകട്ടെ. ഈ 2-3 കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമ കൊണ്ടുപോകുന്ന വേറൊരു ലെവൽ തന്നെയാണ്. കാരണം ആ ഒരു ജേർണി പോകുന്നത് ഈ ട്രൈബ് കമ്മ്യൂണിറ്റിയിലോട്ട് പോകുന്നത് തന്നെ നിങ്ങൾ എടുത്തു വച്ചിരിക്കണം, സൂപ്പർ. പിന്നെ ലാസ്റ്റ് ഒരു 30 മിനിറ്റ് അടിസീനുണ്ട്, ബ്ലെൻഡ് ചെയ്ത് അടിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇതുവരെ ഒരു ഹോളിവുഡ് അല്ലെങ്കിൽ ഒരു കോളിവുഡ് ആയിക്കോട്ടെ മോളിവുഡ് ആയിക്കോട്ടെ ഇങ്ങനെ ഒരു ബ്ലെൻഡ് സീനിലുള്ള ഫൈറ്റ് നിങ്ങൾ ആണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ സംഭവം അതിഗംഭീരമായിട്ട് തന്നെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്, അതിഗംഭീരമായിട്ട് എഡിറ്റിംഗ് വർക്ക് ചെയ്തിട്ടുള്ള നിഷാദ് യൂസഫ്, ഹാറ്റ്സ് ഓഫ്. നിങ്ങളിപ്പോൾ കൂടെ ഇല്ല, എന്നാലും വർക്ക് അടിപൊളിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആർട്ട് ചെയ്തിരിക്കുന്ന മിലൻ സാർ, അദ്ദേഹവും നമ്മളെ കൂടെ ഇല്ല. പക്ഷെ സംഭവം ഈ പടത്തിലെ ആർട്ട് വർക്കിൽ ഒന്നും VFX ഇല്ല എന്നാണ് ഈ പടത്തിൻ്റെ വിജയം. എല്ലാം അദ്ദേഹം ഇരുന്ന് കൈ കൊണ്ടുണ്ടാക്കിയ എല്ലാ സാധനവും. VFX നോക്കുകയാണെങ്കിലും ഒരു പ്രശ്നമില്ല VFX. ചുമ്മാ ഒരു പടത്തെ ഏതെങ്കിലും കോമാളി വന്നിരുന്നിട്ട് ഒരു ഉടുപ്പ് ഇട്ട് വന്നിട്ട് കങ്കുവാ ഇത് എന്തുവാ എന്നൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിൽ പിടിച്ച് പിന്നെ ഇത് കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന സൂര്യയെ തന്നെ ചവിട്ടിത്താത്താൻ വേണ്ടിയിരിക്കുന്ന ചിലവർ ഇതും കൂടി പൊക്കിപ്പിടിച്ചെടുത്ത് ചില ഭാഗങ്ങൾ കട്ടിയത്. സൂര്യ വന്നിരുന്നു പറഞ്ഞു വെട്രി സാറിൻ്റെ ആ വർക്ക് നിങ്ങളെ വാ പൊളക്കുമെന്ന് പറഞ്ഞത്, ആ വാ പൊളക്ക് മാത്രം എടുത്തുകൊണ്ട് ചില എണ്ണം കൊണ്ട് കളിക്കുന്നുണ്ട്. കളിക്കട്ടെ, കാരണം ഈ ഒരു നടിപ്പിൻ നായകനെ വളരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ആ കോളിവുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം വാരിക്കൂട്ടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് സൂര്യ. എന്ത് നല്ല കാര്യം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഇയാളെ ഒരു ലെവലിലോട്ട് എത്തിക്കാൻ ആരും സമ്മതിക്കത്തില്ല. തമിഴ് ജനത പോലും, അതായത് തമിഴിൽ നിന്ന് ഇത്തരത്തിലൊരു പാൻ ഇന്ത്യൻ മൂവി വന്നപ്പോൾ പോലും തമിഴ് ജനത ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആദ്യത്തെ ദിവസം ഒരു കിളവനൊക്കെ വന്നിരുന്ന് പറയുന്നത് ഈ പാണ്ഡിതൊരക്കൊക്കെ എന്തിൻ്റെ കുരു എന്നാണ് ആലോചിക്കുന്നത്. 3D സിനിമയിൽ കണ്ണാടിയും പോലും വയ്ക്കാതെ ആയിരിക്കും ഉമ്മാർ പോയിട്ട് വന്നത്. എന്ത് പറഞ്ഞാൽ ഞാൻ ഒന്നും കണ്ടില്ല സ്ക്രീനിൽ, പിന്നെ എന്തോന്ന് അവിടെ കുരുവാ പൊളിച്ചു വെച്ചിരുന്നു ചുമ്മാ. അതായത് ആരെങ്കിലും വന്നൊരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഗറ്റീവും പിടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അതാണിപ്പം മെയിൻ ട്രെൻഡ് നടക്കുന്നത്. ഇപ്പം മലയാളത്തിൽ തന്നെ കോൾമി ഷസാം എന്ത് വളരെ ക്രിസ്റ്റലായിട്ടാണ് അദ്ദേഹം വന്ന് റിവ്യൂ ചെയ്തിട്ട് പോയിരിക്കുന്നത്. ബാക്കിയുള്ളവന്മാരെ പോലെ കൊന്നാലും നീ ചത്താലും നിന്നെ ഞാൻ വലിച്ചു കീറും എന്നുള്ള രീതിയിലുള്ള റിവ്യൂ ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 പേര് വന്നിരുന്നിട്ട് എന്തൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. ഈ ഒരു സൂര്യ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത് വച്ചിരിക്കുന്ന ഒരു ക്ലാസിക് കട്ട് മൂവീസിൻ്റെ പകരം വയ്ക്കാൻ ഏതെങ്കിലും നടന് പറ്റുന്നുണ്ടോ? അദ്ദേഹത്തിന് കണ്ണുകൊണ്ട് അഭിനയിക്കുന്നത് ലാലേട്ടൻ വെച്ച് ബാക്കി ആർക്കെങ്കിലും എടുത്തു വയ്ക്കാൻ പറ്റുമോ? പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് ഒരാൾ ഒരു ഡൗൺ വരുമ്പം അയാൾ ആഗ്രഹിച്ച് ആ പടത്തിന് വേണ്ടി പ്രൊമോഷൻ ചെയ്ത് കിടക്കുന്നത്? അത് അദ്ദേഹത്തിൻ്റെ സിൻസിയാരിറ്റിയാണ്, കോമാളിത്തരമല്ല. നമ്മൾ ജനിച്ച് വീണ ഒരു കുട്ടിയെ ആ കുട്ടി നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞല്ല വളർത്തുന്നത്. ആ കുട്ടി ഡോക്ടറാവട്ടെ എഞ്ചിനീയർ ആവട്ടെ എന്നൊക്കെ പറഞ്ഞായിരിക്കും വളർത്തുന്നത്. അതേപോലെ തന്നെയാണ് അദ്ദേഹം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത പടത്തിന് കുറച്ച് റെസ്പെക്റ്റ്, ആ പടത്തിന് ഒരു റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം 1 മാസം ഉറക്കം ഒഴിച്ച് ഇന്ന് ചെന്നൈയിലാണെങ്കിൽ നാളെ ദുബായിലാണെങ്കിൽ സൗദിയിലാണെങ്കിൽ ഹൈദരാബാദ് ഇത്തരത്തിൽ ഓടി വന്ന് പ്രൊമോഷൻ ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ പടത്തിനോടുള്ള ഹാർഡ് വർക്കാണ്. ഫ്രാൻസിസ് കഥാപാത്രം ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വെറുപ്പിച്ചെങ്കിലും ആ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ തന്നെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ടെറഫിക് ആയിട്ടുള്ള ഒരു സൂര്യ. അത് ഇയാളെ കൊണ്ടൊക്കെ അതൊക്കെ പറ്റുള്ളൂ. ചിലവരൊക്കെ വന്നിരുന്നിട്ട് എന്തോ മറ്റേ ഈ കളിയാക്കും. ഇവന്മാരെയൊക്കെ ഹീറോകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കഥ, ആ കഥയിൽ 100 ഹീറോയിനെ മാറ്റിയിട്ട് 10 പടം ചെയ്യും. എന്നിട്ട് അതൊക്കെ ഒരു കോടി അല്ലെങ്കിൽ 2 കോടി കൂടുതൽ കയറുമ്പോൾ ബ്ലോക്ക് ബസ്റ്ററായി. പിന്നെ അത് വേൾഡ് പാൻ വൈഡ്. അതായത് ഞാനൊരു കാര്യം പറയാം, ചിലപ്പം ചില ആക്ടേഴ്സ് കാണും, അതായത് റെക്കോർഡിന് മാത്രമായിട്ടുള്ള ആക്ടേഴ്സ്. ചില ആക്ടേഴ്സ് കാണും
അഭിനയം കൊണ്ട് ഹാർഡ് വർക്ക് കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ചില ആക്ടേഴ്സ്. തമിഴിൽ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം 3 നടന്മാരേ ഉള്ളൂ. അവർ കൊണ്ടുവരുന്ന സിനിമയിൽ ഒരേ കഥയല്ലാതെ പല പല പുതിയ കഥയുമായിട്ട് വന്ന് നമ്മളെ വിസ്മയിപ്പിക്കുന്ന 3 നടന്മാരേ ഉള്ളൂ തമിഴിൽ. 3 നടന്മാർ. ഒന്ന് ധനുഷ്, രണ്ടാമത്തത് വിക്രം, മൂന്നാമത്തെ സൂര്യ. അല്ലാതെ ചെയ്തു വച്ചിരിക്കുന്ന ഒരു പടത്തിനെ തന്നെ അടുത്ത പടത്തിൽ ഹീറോയിനെ മാറ്റി ഒരു ഇവിടെ ഒരു സാധനം വെച്ചിട്ട് ചെയ്യുന്നതല്ല ആർട്ട്. കങ്കുവെ പറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ആർട്ട് വർക്കിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു പടം ഇത്രയ്ക്കും ലെവലിലെടുത്ത ഒരു ഹോളിവുഡിനെ തന്നെ ഒരു അഭിമാനമായിട്ട് എടുത്തു വച്ചൊരു പടത്തെ എല്ലാം കൂടി കാരണം ഇടയിൽ നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ 4 മണിക്കാണ് ഷോ വന്നിട്ടുള്ളത്. 5 മണിയായി ഷോ തുടങ്ങിയപ്പം. പക്ഷെ 3:30 തന്നെ സിനിമയുടെ നെഗറ്റീവ് ട്വിറ്ററിലുണ്ട്. 3:30 തന്നെ ഇതിൻ്റെ നെഗറ്റീവ് ട്വിറ്ററിലുണ്ട്. പോരെ. പിന്നെ ആരും കാണാത്ത രീതിയിലുള്ള ഒരു അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തുനിന്നും കൂടി ചേർന്ന് ഈ സിനിമ അങ്ങ് വധിക്കുന്ന രീതിയിലുള്ള അടി. ഇത് അതായത് ഈ കുരയ്ക്കുന്ന പട്ടിയെ കണ്ടിട്ട് വീണ്ടും പോയി സിനിമ കാണുമ്പോൾ നമുക്ക് ആ കുരയ്ക്കുന്ന പട്ടി എഫക്റ്റേ കിട്ടുള്ളൂ. ഈ കുരയ്ക്കുന്ന പട്ടികളൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ സിനിമ കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഈ ചിലപ്പോൾ ഈ ഫ്രാൻസിസ് കഥാപാത്രം ഇഷ്ടപ്പെടില്ല, പക്ഷേ ഈ സിനിമയിൽ ഇത്ര അപരാധം എന്ന് പറയുന്ന രീതിയിലായിട്ടൊന്നും എടുത്തു വെച്ചിട്ടില്ല. കണ്ണിന് കുളിർമയേക്കുന്ന കുറേ വിഷ്വൽസ് ഉണ്ട്. കണ്ണിന് കുളിർമയേക്കുന്ന കുറേ വിഷ്വൽസ്, അതിന് വേണ്ടുന്ന VFX ഒക്കെ അടിപൊളിയായിട്ട് കേട്ടിട്ടുണ്ട്. തമിഴ് സിനിമയിൽ ഇതേപോലെ നല്ലൊരു VFX പടം വന്നിട്ടുണ്ടോ? ആരും പറയല്ലേ, പുലി എന്നൊന്നും പറഞ്ഞു കളയല്ലേ ദൈവമേ. പുലി ഇപ്പോൾ കങ്കുവായിട്ട് ആട്ടും കാട്ടുമാണ് പുലി. അത് പറയാൻ സത്യമായിട്ട് പറയാം, പുലിയെയും കങ്കുവേയും കമ്പയർ ചെയ്ത് സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ പുലി കങ്കുവായിട്ട് ഒരു ആട്ടും കാട്ടുമാണ് പുലി. പല സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട് മുമ്പേ. ഉറക്കത്തിൻ്റെ ഉറക്കം. ഈ സിനിമയിൽ പറഞ്ഞാൽ അലർച്ചയാണ്, ഈ സിനിമ അലർച്ചയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും പോയി റൂം എടുത്തിട്ട് കിടന്ന് AC ഓണാക്കിയിട്ട് കിടന്ന് ഉറങ്ങണം. സിനിമ കാണുമല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവ് കണ്ടിട്ട് നിങ്ങൾ നെഗറ്റീവ് പറയാനാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ പൈസ, നിങ്ങളുടെ വാല്യൂ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ട്, ശരി തന്നെ എന്നും പറഞ്ഞ് ഒരു ചത്തെന്ന് എല്ലാവരും പറയുന്നു. പിന്നെ നിങ്ങളായിട്ട് അതിനെ കുത്തി നോക്കണം. കഷ്ടം. അപ്പം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അതായത് പല ദിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്നത് കോളിവുഡ്, അതായത് കോളിവുഡ് VS സൂര്യ എന്നുള്ള സംഭവമാണ്. അതായത് എല്ലാവരും സൂര്യയുടെ പടം ഇറങ്ങുമ്പോൾ എല്ലാ ടോപ്പ് ഹീറോസിൻ്റെ ഫാൻസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ട്. അത് ആരെയാണെന്ന് പറയുന്നില്ല, കാരണം അദ്ദേഹത്തിനെ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനുമാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഫാൻസ് തമ്മിലിട്ടടിക്കുന്നത്, കാരണം ഇത് തുടങ്ങുന്നത് ചൊറിഞ്ഞു വെച്ച് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇവരാണ്. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇവരെ പടം ഇറങ്ങുമ്പോൾ അവർ പറയും, മറ്റൊരു പടം ഇറങ്ങുമ്പോൾ ഇവരും പറയും. അതുകൊണ്ട് ആരെയും അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ നല്ലൊരു ആർട്ട് വരുമ്പം, അത് ആരെ ഫാനായാലും നല്ലൊരു ആർട്ട് വരുമ്പോൾ ആ ആർട്ടിനെ എൻജോയ് ചെയ്യുക. അല്ലാതെ ഈ സിനിമ ഇന്ന് എത്ര കോടി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് മാത്രം നോക്കിയിരിക്കാനാണെങ്കിൽ പുതിയ സൂപ്പർ സ്റ്റാർ, ന്യൂ ബോൺ സൂപ്പർ സ്റ്റാറിനെയൊക്കെ പോലെ ആയിപ്പോൾ. അതായത് എപ്പോഴെങ്കിലും ഒരു പടം വരുമ്പോൾ ക്ലിക്കാകുമ്പോൾ അയ്യോ അയാൾ വലിയ റീച്ചായി. ചെയ്ത് വച്ചിരിക്കുന്ന, അതായത് ഇതുവരെ ആർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിൽ അഭിനയം കാഴ്ചവെച്ചിരിക്കുന്ന സിനിമകളെയൊക്കെ മാറ്റി നിർത്തി ഒരു പടത്തെ വച്ചുകൊണ്ട് ഒരാളെ താരതമ്യം ചെയ്യുന്നത് വളരെ മോശമാണ്. എന്തായാലും കങ്കുവ എന്നുള്ള പടത്തിന് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്നുള്ള പട്ടി കുരച്ചിലാണ്. ചുമ്മാ ഇരുന്ന് ഇവന്മാർ എന്ത് തേങ്ങ കണ്ടിട്ടാണ് ഇങ്ങനെ കിടന്നിട്ട് കുരയ്ക്കുന്നതെന്നറിയില്ല. പക്ഷെ ഇതിനകത്ത് അപരാധമായിട്ടൊന്നും ഒരു സംഭവമില്ല സുഹൃത്തുക്കളെ, ഒരു സംഭവമില്ല. പിന്നെ ശിവ എണ്ണൻ്റെ അടുത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഇതേപോലത്തെ പടങ്ങൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് വർക്ക് അറിയാവുന്ന നല്ലൊരുത്തനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ ഈ ഒരു ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ നമ്മളൊരു പാസ്റ്റ് ട്രൈബ് കമ്മ്യൂണിറ്റിയിലൊക്കെ പോകുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബ് കമ്മ്യൂണിറ്റിയിൽ ആരും സൗണ്ട് ഉണ്ടാക്കാതെ എല്ലാവരും ഡയലാമോ 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 എന്നൊന്നും പാടത്തില്ല. അല്ലെങ്കിൽ അലുമ ഡോലുമ ഇത്താലങ്കടി മാലുമ എന്നൊന്നും പാടത്തില്ല. അല്ലെങ്കിൽ ട്രൈബ് കമ്മ്യൂണിറ്റിയിൽ ഒരു പെട്ടെന്ന് വിളിച്ചു വരുത്തിയിട്ട് ഒരു മഞ്ഞ സാരി കൊടുത്തിട്ട് തൃശ്ശയെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയില്ല, അവർ സൗണ്ട് ഉണ്ടാക്കുക തന്നെ ചെയ്യും. ട്രൈബ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർക്കുള്ള മെയിൻ ഐഡൻറ്റിറ്റി സൗണ്ടാണ്. അവരെ സൗണ്ട് കൊണ്ടാണ് അവരുടെ പല കാര്യങ്ങളും റെക്കഗ്നൈസ് ചെയ്യുന്നത്. ട്രൈബ് കമ്മ്യൂണിറ്റി എന്താണെന്ന് നമ്മൾ ഇതുകൊണ്ട് അവർക്കുള്ള ഐഡൻറ്റിറ്റിയാണ് അവരുടെ വോയിസ്. ആ വോയിസ് ഇതിനകത്ത് വന്നതേ ഉള്ളൂ. ട്രൈബ് കമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ഓ എല്ലാം വരും. അത് വരുമ്പം അത് ട്രൈബിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അല്ലാതെ ആ ട്രൈബ് വന്നിട്ട് അവർക്ക് പറയാനുള്ള സ്ഥലത്ത് വന്നിട്ട് മറ്റേ ഊത്തുടുമ്പോൾ ഡയലാമോ ഡയലാമോ എന്ന് പാടിയാൽ നടക്കുമോ സുഹൃത്തുക്കളെ? നിങ്ങൾ അതിനെ കളിയാക്കും. ആദ്യം ഈ ട്രൈബ് കമ്മ്യൂണിറ്റിയിലുള്ള പടങ്ങൾ എല്ലാം സൗണ്ട് ഉള്ള പടങ്ങളാണ്. പിന്നെ ഇതിൽ കുറച്ച് സൗണ്ട് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ കലറി വിളിക്കുന്നു മറ്റേ ട്രൈബ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. തലയ്ക്കകത്ത് മൂളയില്ലാത്തവനാണെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നാം.
പക്ഷെ നിങ്ങൾ എടുത്തു നോക്കുക, ഇപ്പോഴും ട്രൈബ് കമ്മ്യൂണിറ്റിയിലെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അവർക്കുള്ള സൗണ്ട് റെക്കഗ്നൈസേഷൻ ആണ്. കാരണം അവർ സൗണ്ട് വെച്ചാണ് പലതും തിരിച്ചറിയുന്ന, സൗണ്ട് വെച്ചാണ് പല മെസ്സേജുകളും കൊടുക്കുന്നത്. പഴയ കാലത്തെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അതൊന്നും നോക്കാതെ ഒരു പടത്തെ വന്ന്, ഒരു ഫാന്റസി പടത്തെ വന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ, ലോജിക്ക് ഇല്ലെന്നൊക്കെ പറയാൻ നീയൊക്കെ എന്തോ വിവരദോഷിയടാ, എന്തോ വിവരദോഷി. ഇത് കേൾക്കുന്നവൻ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്താണ് എനിക്ക് ചോദിക്കാൻ, എന്തോ വിവരദോഷോടെ. ഈ ഒരു തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഒരുത്തന് ഇത്രയും കാലം ഉണ്ടല്ലോ, ഇത്രയും കാലം സൂപ്പർ സ്റ്റാർ പട്ടം നേടിയിട്ട് റെക്കോർഡും വെച്ച് കഷ്ടത്തിരിക്കുന്ന ഒരുത്തന് ഇതേപോലത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്യാനൊന്നും തോന്നിയിട്ടില്ലല്ലോ. ഒരു ഹിസ്റ്റോറിക്കൽ പടം, അല്ലെങ്കിൽ ഒരു പാസ്റ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു പടം, അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞാൽ ഒരുത്തനും തമിഴിൽ നിന്ന് വന്നിട്ടില്ലല്ലോ. ഒരാള് സൂര്യ എന്ന് പറഞ്ഞ നടൻ, അതാണ് ഞാൻ പറഞ്ഞില്ലേ, 3 നടന്മാരേ ഉള്ളൂ. ഡിഫറെൻറ്റ് എലമെന്റിൽ, ഡിഫറെൻറ്റ് സ്റ്റോറി ബോർഡിൽ ഡിഫറെൻറ്റ് പടങ്ങൾ എടുക്കുന്ന 3 ആൾക്കാർ. അപ്പം അതിൽ സൂര്യ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ സംഭവം തന്നെ ഇതാണ്. അദ്ദേഹം ഇന്ന് ചെയ്ത കഥയായിരിക്കില്ല 10 വർഷം കഴിയുമ്പോഴും ആ കഥ ഇട്ട് ചെയ്യില്ല. 10 വർഷം ആ കഥ തന്നെ ഇട്ട് കണ്ടിന്യൂ ചെയ്യില്ല, ഹിറ്റായി കഴിഞ്ഞാൽ. അപ്പോൾ ഈ കങ്കുവ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റിയാണ്. സിനിമ കാണണം, തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയ സിനിമയാണ്. എനിക്ക് ശിവയാണെന്നോ സൂര്യാണെന്നോ ഒന്നും പൈസ അയച്ചു തന്നിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ കണ്ടൊരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, ഫസ്റ്റ് ഹാഫിൽ തോന്നിയ ലാഗ്, സെക്കൻഡ് ഹാഫിൽ നിങ്ങളുടെ ആർട്ട് വർക്കിനെ എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ കാണുക. ഇതിൽ വലിയ അപരാധമായിട്ടൊന്നുമില്ല സുഹൃത്തുക്കളെ. അപ്പോൾ കങ്കുവ എന്തായാലും 2ാമത്തെ ദിവസം തൊട്ട് കുറച്ച് റിവ്യൂസ്, നല്ല റിവ്യൂസ് വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കംബാക്ക് ആയിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യണ്ണ, എനിക്ക് അതിലൊരു ഉറപ്പുമില്ല. കാരണം മിക്സഡ് റിവ്യൂ, നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തുനിന്നും പല ആൾക്കാരും ഉണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഫാൻസിൻ്റെ കുന്തളിപ്പ് കൊണ്ടാണോ എന്നോ അറിയില്ല. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, പ്രൊഡ്യൂസർ ജ്ഞാനവേൽ, നിങ്ങളൊരു പടം ഇറക്കിയിട്ട് തള്ളു. ഇങ്ങനെ ഒരു പടത്തെ തള്ളി മറിച്ചതുകൊണ്ടാണ് ഇത്രയ്ക്ക് പടത്തിന് ടിക്കറ്റ് പാസ് 200 കോടി, ഒലക്ക, തേങ്ങേര മൂട്. എൻ്റെ പൊന്നെ, എന്തായാലും എനിക്ക് ഈ പടം തൃപ്തിയായി. അല്ലാതെ ഞാൻ ബ്ലോക്ക് ബസ്റ്റർ ആയെന്നൊന്നും പറയുന്നില്ല, വലിയ ബ്രഹ്മാണ്ടമൊന്നും പറയുന്നില്ല. എനിക്ക് ഈ പടം കണ്ടപ്പോൾ തൃപ്തി വന്നു, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ കാണുക, പട്ടി ഒരക്കൽ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയബോധത്തിൽ പോയിരുന്ന് കാണുക. തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോഴത്തെ റിവ്യൂസൊക്കെ നല്ല രീതിയിൽ, നല്ല റെസ്പോൺസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കംബാക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു കംബാക്ക് അല്ല. എന്തായാലും ഒരു നല്ലൊരു എപ്പിക് സിനിമ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഫാൻറ്റസി മോഡ് പടമാണ്. കാണുക, തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. എന്തായാലും തിയേറ്റർ എൻജോയബിൾ, വാച്ചബിൾ മൂവി തന്നെയാണ് കങ്കുവ. അത് ഞാൻ പറഞ്ഞില്ല, കാണരുതേ അവരാതൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം നല്ല പടം തന്നെയാണ്. എനിക്കൊരു പടം, മോശമായിട്ടുള്ള പടത്തെ ക്രിട്ടിസൈസ് ചെയ്ത് നശിപ്പിക്കണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ പടത്തിന് എല്ലാവരും ഇട്ട് ആക്രമിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നിയ ഒരു വിഷമം കൊണ്ട്, അത് നടിപ്പിൻ നായകൻ സൂര്യയോടുള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ എടുത്ത് കാണുന്നത് എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് 5 പൈസ കിട്ടാനും പോകണില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പം ഞാൻ ഇടുന്നത് എനിക്ക് പറയാനുള്ള വോയിസ് ആണ് ഞാൻ ഇതിൽ ഇട്ടിരുന്നത്. പിന്നെ കുരയ്ക്കുന്ന പട്ടിയെ നോക്കി ഒരിക്കലും സഞ്ചരിക്കല്ലേ. ഇവന്മാരിടുന്ന റിവ്യൂ കണ്ടിട്ട് മാത്രം സിനിമ തൊലിക്കാൻ പോകരുത്. ഒരു ഗുണവും വരത്തില്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ. സിനിമ ഈസ് എൻ ആർട്ട്, എൻജോയ് ഇറ്റ് വിത്ത് യുവർ സെൽഫ്, അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ സ്വയബുദ്ധിയിൽ പോയിരുന്ന പടം കാണും. കണ്ടവൻ പറയുന്നത് കേട്ടിട്ട് ആ ബുദ്ധിയും പോയിരുന്ന കണ്ടേ നിങ്ങൾക്ക് അതേ തോന്നത്തുള്ളൂ. കുറേ എണ്ണം ഇടുന്നുണ്ട്. ഈ മലയാളികളാണ്, മലയാള ഇൻഫ്ലുവൻസാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്. ഒരു കുന്തം വന്നിടെങ്കിൽ പല കാര്യത്തിനും അകത്തും വെളിയിലും പോയവന്മാരൊക്കെയാണ് വന്നിരുന്ന് കുരയ്ക്കുന്നത്. പിന്നെ ഉടുപ്പും കങ്കുവാ എന്തുവാ, ചത്ത ശവത്തെ തിന്നാനുള്ള കുറേ റിവ്യൂസ് ഉണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തി നിങ്ങളൊരു നല്ല പടം എൻജോയ് ചെയ്യണമെങ്കിൽ പോയിരുന്ന് പടത്തെ പടമായിട്ട് മാത്രം കാണുന്ന ഒരു 2.5 മണിക്കൂർ നിങ്ങൾക്ക് ചിലവാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറും 20 മിനിറ്റ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറും 10 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ പോയി കാണുക. നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. ബോബി ഡിയോൾ നിങ്ങൾ കുറച്ചും കൂടി, ശിവാന കുറച്ചും കൂടി ബോബി ഡിയോളിനെ ഇതിൽ യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ കൊച്ചു പയ്യൻ ആവശ്യമില്ലാതെയാണ് നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തായാലും നല്ലൊരു പടമാണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ചാണ്. എല്ലാവരും പോയി പടം കാണുക. പിന്നെ ചത്ത ആൾക്കാരെ വീണ്ടും വീണ്ടും കുത്തി കൊല്ലരുത്. സൂര്യ എന്നുള്ള ഒരു മഹാനടൻ്റെ കരിയർ അവസാനിപ്പിക്കാനോ സൂര്യ എന്നൊരു മഹാനടൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സിനിമയൊന്നും അല്ല കങ്കുവ. നിങ്ങൾക്ക് ഇന്നലെ മറ്റേ സിംഗന്തറിയും കണ്ട് വന്ന പുള്ളനാണെങ്കിൽ നിൻ്റെ അടുത്തൊന്നും ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നപ്പി, പോയിരുന്ന് കാണാനുള്ള പടങ്ങളുണ്ട് സൂര്യയുടെ. അതും വെച്ചിട്ട് നിങ്ങളുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പടം എടുത്തിട്ട് പോകും. 5 മാസവും 5 ഫൈറ്റും അല്ല, പടാം. അപ്പോൾ കാണുക, എൻജോയ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കും തേണ്ട, സബ്സ്ക്രൈബ് ചെയ്യേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ശരിയെന്നാൽ അടുത്തൊരു വീഡിയോയിൽ വരാം. നല്ലൊരു പടമാണ്, നശിപ്പിക്കരുത്. പടത്തെ നശിപ്പിക്കരുത് അണ്ണമ്മ.